ഷിനോജ് ജസ്റ്റ് നമുക്കിപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷിനോജ്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ വളരെ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോഴും പരിശോധനകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണം ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം ഫയർഫോഴ്സിനുണ്ടോ? അവരുമായി സംസാരിക്കാൻ ഷിനോജിന് കഴിഞ്ഞോ? ആര്യ, ഈ അല്പസമയം മുൻപ് ഞാൻ എസ് പിയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എസ് പി പറയുന്നത് പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഒരു സ്ഥിരീകരണം പോലീസ് നൽകുന്നില്ല. കാരണം എന്തെങ്കിലും തരത്തിൽ, ആശുപത്രിയാണ്, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ബൈസ്റ്റാൻഡറോ ആരെങ്കിലും വന്ന് ഈ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവരെ രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു സ്ഥിരീകരണം നിലവിൽ പോലീസ് ഇപ്പോൾ നൽകുന്നില്ല. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ഈ കെട്ടിടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സർജറി ഈ ഓർത്തോ സർജറിയിൽ നിന്ന് ഇപ്പോഴും ആളുകളൊക്കെ തന്നെ ഇവാക്യുവേറ്റ് ചെയ്ത് ഇപ്പോഴും പുറത്തേക്ക് രക്ഷപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാത്രമല്ല ഈ ഭാഗത്തുണ്ടായിരുന്ന ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റുന്നുണ്ട്. എന്തായാലും അതിന് കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഈ വാർഡിനുള്ളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ വാർഡിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ്, അതായത് ഇപ്പോൾ ഈ അപകടം നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, അതായത് നമ്മൾ ഈ അപകടം നടന്നിരിക്കുന്നത് തൊട്ടിപ്പുറത്താണ്. അതിന് അടുത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഈ അപകടം ഈ കെട്ടിടത്തിന്റെ സമീപമുള്ള, അതായത് ഇവിടെ രോഗികൾ, ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ രോഗികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിന് സമീപത്താണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത്. എത്ര വലിയ അപകടമാണ്! പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള വളരെയധികം രോഗികളൊക്കെ തന്നെ ഉള്ള ഈ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിനാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെയുള്ള രോഗികളൊക്കെ തന്നെ ആ സമയത്ത് തന്നെ ഇവിടെ നിന്ന് മാറ്റി. എന്തായാലും നമ്മളിപ്പോൾ അതിനകത്ത് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പല ബെഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റുന്ന സ്ഥിതിയായിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി സുരക്ഷിതമായ മറ്റ് കേന്ദ്രങ്ങളിലേക്ക്, മറ്റ് മേഖലകളിലേക്ക്, വാർഡുകളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോകുന്ന തിരക്കിലാണ് ഇവിടെയുള്ള അറ്റൻഡർമാരൊക്കെ തന്നെ. എന്തായാലും വളരെ ഗുരുതരമായ തരത്തിലുള്ള ഒരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിനകത്തുള്ള. ഷിനോജി, ഈ അപകടത്തിന്റെ കാരണം എന്താണ്? കാലപ്പഴക്കമാണ് ഈ അപകടം? ഈ കെട്ടിടം ഇവിടെ നിന്ന് പൂർണ്ണമായി മാറ്റാൻ മന്ത്രിമാർ കഴിഞ്ഞ ആഴ്ച ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കാലപ്പഴക്കം കാരണമാണോ ഈ അപകടം ഉണ്ടായിട്ടുള്ളത്? എത്ര വർഷമായി ഇവിടെ ഈ കെട്ടിടത്തിൽ ഇത് പ്രവർത്തിച്ചു വരുന്നു, ഈ വാർഡ്? ഇതെല്ലാം പഴയതാണ്. ഞാനൊരു മീഡിയ പേഴ്സൺ ആണ് ആക്ച്വലി. റെസ്ക്യൂവിന് വേണ്ടി വന്നതാണ് ആക്ച്വലി. പഴയതല്ല, ഇപ്പോഴും മീഡിയ തന്നെയാണ്. ഇത് കണ്ടോ? അങ്ങോട്ട് ക്യാമറ ഒന്ന് അങ്ങോട്ട് വെക്കാവോ? ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ ഒരു മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഈ മതിൽ കണ്ടില്ലേ, ഇതെല്ലാം ഇതിന്റെ ചോര കണ്ടില്ലേ, ഇത് കണ്ടോ? ഇതൊക്കെ എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം. ഇപ്പോൾ ബെൻഡായിട്ട് നിൽക്കുവാണ്. ഇതിനകത്ത് ഒത്തിരി നേരം നമ്മളെ സമയം വെയിറ്റ് ചെയ്യുന്നത് ഇതായിരിക്കും. എന്തായാലും നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ അപകടമാണ്. കാരണം ആ തരത്തിലാണ് ആ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ ഇടുങ്ങി നിൽക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ദൃശ്യങ്ങൾ കാണാം. കാരണം എനിക്ക് തോന്നുന്നു കാണാൻ കഴിയുന്നു. നോക്കൂ, ആ ദൃശ്യങ്ങൾ നോക്കൂ. ആ ഉൾഭാഗത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാധ്യമ പ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് പോലീസ് മാറ്റുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയും ഒരു അല്ലെന്ന് ഇതിന് നേരത്തെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പെയിന്റിങ്ങിന്റെ ഒക്കെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോൾ കാണിക്കുമ്പം അതൊക്കെ കുറേ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഓട്ടയടച്ചങ്ങ് പോവുകയുള്ളായിരുന്നു. ആളുണ്ടായിരുന്നു. ഇല്ലില്ല, കുറെ ഭാഗം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ ഓർത്തോയുടെ 11ഉം 14ഉം എന്തായാലും അവരെല്ലാം പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പെയിന്റിംഗ് തൊഴിലാളികളൊക്കെയാണെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല രീതിയിലുള്ള പരാതികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു അഴകുഴമ്പൻ സമീപമാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതെന്ന കാര്യം